ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ ഷംസുദ്ദീൻ, വേദിയിലിരിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ, സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ, കോഴിക്കോട് ജില്ലയിലെ സംഘടനാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, നമ്മുടെ സംഘടനയുടെ തുടക്കം മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ നൗഷാദ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംഘടന നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ജാതി മത രാഷ്ട്രീയ വിവേചനമില്ലാതെ കേരളത്തിൽ ലൈസൻസുള്ള തൊഴിലാളികളെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ന് നമ്മുടെ സംഘടന കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രാതിനിധ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയുടെ ജനറൽ ബോഡിയും അതിൻ്റെ പുതിയ ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗവും ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സംഘടനയുടെ 6ാമത് ജില്ലയാണ് എന്നത് സംസ്ഥാന കമ്മിറ്റി 2018 നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം രൂപീകരിച്ച 2019 10ാം മാസത്തിൽ രൂപീകരിച്ച ഒരു ജില്ലാ കമ്മിറ്റിയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. അതിനുശേഷം വന്ന കോവിഡും മറ്റ് പ്രളയവും മറ്റും ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പോയതാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് ഈ മേഖലയിൽ നമ്മുടെ ആസ്ഥാനമായ കേരളത്തിന്റെ ആസ്ഥാനമായ തലസ്ഥാന നഗരിയിൽ നമ്മുടെ സംഘടന രൂപം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ മാസം 11ാം തീയതി തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും അതുപോലെ കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലും ഇന്ന് നമ്മൾ ആധികാരികമായി കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയടക്കം 6 ജില്ലകൾക്കാണ് നമ്മൾ ഇന്ന് സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ വരുന്ന 25ാം തീയതി തൃശ്ശൂർ ജില്ലയിലും 30ാം തീയതി പാലക്കാട് ജില്ലയിൽ നമ്മുടെ സംഘടനയ്ക്ക് പുതിയ കമ്മിറ്റികൾ വരികയാണെന്ന കാര്യം വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് സംഘടനയ്ക്ക് സംസ്ഥാന തലത്തിൽ തന്നെ നല്ലൊരു വേരുറപ്പുണ്ടായി എന്നതിൻ്റെ തെളിവാണ് നമുക്ക് ഈ സംസ്ഥാന കമ്മിറ്റിക്ക് മറ്റു ജില്ലകളിലെല്ലാം ഇത് പഠനം പന്തലിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും. കേരളത്തിൽ പ്രധാനപ്പെട്ട 3-4 സംഘടനകൾ നിലവിലുണ്ടെങ്കിലും അതിൽ ഇന്ന് നിലവിൽ 2 സംഘടന മാത്രമാണ് ലൈസൻസുള്ള വാഹന തൊഴിലാളികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടന. അതിൽ സംഘടനയാണ് നമ്മുടെ EWSCS എന്ന സംഘടന. ഈ സംഘടനയ്ക്കകത്ത് ലൈസൻസ് ഇല്ലാത്ത ഒരാൾ പോലും ഇന്ന് നമ്മുടെ ഈ സംഘടനയ്ക്കകത്തില്ല. അതുപോലെ മറ്റു പല സംഘടനകളും ഉണ്ടെങ്കിലും വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ തെളിവുകളടക്കം സഹിതം നമുക്ക് പറയാൻ കഴിയും. അതിനകത്ത് ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഈ സംഘടന എന്തിനു വേണ്ടി? ലൈസൻസ് ഇല്ലാത്ത ഒരു മറ്റു ആളുകളെ നമ്മുടെ സംഘടനയ്ക്കകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം എന്താണ്? എവിടെയാണ് ഇന്ന് കേരളത്തിൽ ഏത് ജില്ലയിലാണ് അനധികൃതമായി ഇല്ലാത്തത്? കേരളത്തിലെ 14 ജില്ലകളിലും അനധികൃതമായി വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലായി അതിനെ തടസ്സം നിൽക്കുന്നതും ഏറ്റവും കുറവ് വർക്ക് ചെയ്യുന്ന ഭാഗവും ഏറ്റവും കൂടുതൽ ലൈസൻസുള്ള തൊഴിലാളികൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ മലപ്പുറം ജില്ല. കാരണം മലപ്പുറം ജില്ലയ്ക്കകത്ത് 8 ഡിവിഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുവാൻ ആ ജില്ലാ കമ്മിറ്റിക്ക് ആ സമയത്ത് സാധിക്കുകയും 83ഓളം വരുന്ന സെക്ഷന് കീഴിൽ 52 സെക്ഷൻ ഓഫീസും ആ ജില്ലയ്ക്ക് പരിധിക്കകത്തായതിനാൽ ആ പരിധിക്കകത്ത് അനധികൃതമായി ഇതിനെ ചേർത്ത് തോൽപ്പിക്കാൻ അവർക്ക് സംഘടനാ അംഗങ്ങൾക്ക് തന്നെ സാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ നമ്മുടെ നേതൃത്വത്തിനോട് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യങ്ങൾ മാത്രമാണ് അവർ നമ്മോട് ആവശ്യപ്പെടുന്നത്. അത്തരം ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻ പരിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ജോലി ചെയ്യുന്നത് ലൈസൻസ് ഇല്ലാത്തതായിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ ആദ്യ ചിന്ത. നമ്മൾ അവിടെ ചെയ്യേണ്ടത് നമ്മൾ ഇന്നിപ്പോൾ ഇതിനകത്തിയിരിക്കുന്ന ഏകദേശം 10-25ഓളം വരുന്ന ആളുകളാണ് ഇന്നിപ്പോൾ
കോഴിക്കോട് ജില്ല ജനറൽ ബോഡിക്കകത്ത് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത്. മറ്റുള്ളവർക്കൊക്കെ പല പ്രയാസങ്ങളുമായിരിക്കും പങ്കെടുക്കുക. പക്ഷെ നമ്മളവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു 1-2 മണിക്കൂർ സമയം നമുക്ക് ഈ മേഖലയിൽ നമ്മുടേതായ ആവശ്യങ്ങൾ നമ്മൾ നിലനിർത്തുന്നത് നമ്മുടെ ഈ തൊഴിലൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2-3 മണിക്കൂർ നേരം നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. കാരണം 1-2 ആളുകൾക്ക് സാധിക്കില്ല. 51 പേർ മെമ്പർഷിപ്പ് എടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി 51 പേർ ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും അത് പകുതി പേർക്ക് പോലും ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ വളരെ വിഷമമുണ്ടെങ്കിലും പങ്കെടുത്ത എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുണ്ട്. പോകുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലൊരു നേതൃത്വം നിലവിൽ വേണം. പുതിയ ഈ നിലവിലുള്ള ജില്ലാ കമ്മിറ്റി ഇവിടെ ഇരിക്കുന്നത് ആ ജില്ലാ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റൊരു ജില്ലാ നേതൃത്വത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടോ പുതിയൊരു നേതൃത്വം നമുക്ക് ഇവിടെ വന്നിട്ട് ഈ സംഘടനയെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നിപ്പോൾ നാളെ ഞങ്ങൾ രൂപീകരിച്ചു, അടുത്ത ദിവസങ്ങളായി രൂപീകരിച്ചു വന്ന കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ ആ ജില്ലകളിലെ ഒരുവിധ ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും അതിന്റെ സെക്ഷനുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയോ രാഷ്ട്രീയമോ മറ്റോ ഉൾപ്പെടുത്താതെ നമുക്കൊരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്ത ഏകദേശം ഒരു 10-20ഓളം വരുന്ന ആളുകളിൽ ഉണ്ടായ ചിന്തയാണ് നമ്മുടെ സംഘടനയിൽ ഇത്രയും വളർന്നു പന്തലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് റാഫി, സംസ്ഥാന പ്രസിഡന്റ് ഗോകുൽദാസ് എന്നിവർ ഉൾപ്പെട്ട അവരാണ് ഈ സംഘടനയുടെ സ്ഥാപക നേതാക്കൾ. അവർ ഉൾക്കൊണ്ടിച്ചു വന്ന ഇത് അന്ന് പത്രമാധ്യമങ്ങളോ നവമാധ്യമങ്ങളോ മറ്റോ ഒന്നും ഇല്ലാതെയാണ് നമ്മുടെ സംഘടനയെ ആ ജില്ലയിൽ റെയിൽവേ സ്റ്റേഷൻ എടുക്കണം എന്ന ആവശ്യം വരികയും ഉദ്യോഗസ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മറ്റു പല സംഘടനകളും നമുക്ക് ഇതര സംഘടനകൾ നമുക്ക് എതിർ നിന്നപ്പോൾ പോലും നമ്മുടെ സംഘടനയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വേണ്ടി അന്നത്തെ ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സംഘടന ആ കാലങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ഒരേ ഒരു സംഘടനയുടെ ബേസിസ്. കാരണം കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ നമ്മൾ പ്രളയകാലം മാത്രമല്ല നമ്മൾ നോക്കില്ലേ, പ്രളയകാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ പല മേഖലകളിലും പല വീടുകളും പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കാണുന്ന പാവപ്പെട്ട വീടുകൾ അത് ആ ദൃശ്യമാധ്യമങ്ങളുടെ പത്രമാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ സംഘടന ഇറങ്ങിച്ചെന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടന ഇറങ്ങിച്ചെന്നതിന്റെ ഫലമായി ഇന്ന് ഒരു എത്രയോ സഹോദരങ്ങളുടെ കണ്ണീര് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ വീട്ടിലേക്ക് പ്രകാശം പിടിച്ചു എത്തിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ കണ്ണീർ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഈ സംഘടനയുടെ വാസ്തവമായ ഒരു കാര്യമാണ് നിങ്ങൾ അറിയിക്കുന്നത്. അതിനുശേഷം നമ്മുടെ 2018 ആദ്യ പ്രളയം വരുന്നത്. 2018 ആഗസ്റ്റ് മാസത്തിൽ 12-ാം തീയതിയാണ് നമ്മുടെ പ്രളയം വരുന്നത്. ഈ പ്രളയ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കാം, നമ്മുടെ പെരുന്നാളും ഓണം ഒരേ ദിവസമായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സംഘടനാ പ്രവർത്തകർ അന്നത്തെ നേതൃത്വം അറിയിക്കട്ടെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് അവർ നൽകിയത്. കാരണം അന്നത്തെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന വീടുകൾ മുഴുവൻ വെള്ളം കയറി, വീടുകളുടെ മേൽക്കൂരകൾ മുകളിൽ അപ്സ്റ്റെയർ വരെയുള്ള ഭാഗങ്ങളെല്ലാം വെള്ളം കയറി, വീട്ടിലേക്ക് ചളി അടിച്ചു കയറി. ആ ഒരു സന്ദർഭം വന്നപ്പോൾ പല വീടുകളിൽ നിന്ന് നമ്മുടെ സ്കൂളുകളിലേക്ക് മറ്റും മാറ്റി താമസിച്ച് വീട്ടിലേക്ക് വരുന്നവർ ഷോക്കേറ്റുള്ള പ്രശ്നങ്ങൾ, ഷോക്കേറ്റുള്ള മരണങ്ങൾ വരെ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി. ഈ സമയത്താണ് നമ്മുടെ സംഘടന ഏറ്റെടുത്ത് പറഞ്ഞത് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചു. അന്ന് നൂറുകണക്കിന് വീടുകൾ നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ആ വാക്കുകൾ കേട്ട് മലപ്പുറം ജില്ലയിലും സമീപ പ്രദേശമായ തൃശ്ശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും അന്ന് പ്രവർത്തിച്ചത്. കാരണം അന്ന് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് വയനാട് ജില്ലകളിലും മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലകളിലൊക്കെയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കോഴിക്കോട് ജില്ലകളിൽ അത്ര പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. അപ്പൊ ഇത്തരം മേഖലയിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് പ്രവർത്തനം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒറ്റ കാരണം നമുക്ക് അത്രമേൽ നമ്മുടെ ജനപങ്കാളിത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജനപങ്കാളിത്തം എന്നല്ല, ജനപ്രതിനിധികളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന്, അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB ഓഫീസുകൾ, ലൈസൻസിംഗ് ബോർഡ്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുകൂടാതെ നമ്മുടെ അന്നത്തെ കളക്ടറായ അമിത് മീണ നമ്മളെ നേരിട്ട് വിളിക്കുകയും നമ്മുടെ സംഘടനയെ പ്രത്യേകമായി നമ്മളെ ആശംസിക്കുകയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ടേബിളിലേക്ക് വിളിച്ചു വരുത്തി അന്നത്തെ നേതൃത്വത്തെ മൊത്തം അവർ വിളിച്ചു വരുത്തി ഇവിടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചേംബറിനകത്തേക്ക് വിളിച്ചത്
അന്ന് പത്രക്കാരെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. കൂടാതെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, 2019 വീണ്ടും പ്രളയം വരികയാണ്. 2019 പ്രളയം വന്ന സമയത്ത് ആദ്യത്തെ കത്ത് വരുന്ന സംഘടനയ്ക്കാണ്. ആദ്യത്തെ കത്ത് വരുന്നത് കളക്ടറുടെ കത്താണ്. കളക്ടറുടെ കത്ത് ഇപ്രാവശ്യം നമ്മുടെ സംഘടനയുടെ സഹായം വേണം എന്ന് ആവശ്യപ്പെടുകൊണ്ടാണ് കളക്ടർ ലെറ്റർ വരുന്നത്. ഈ സഹായം കളക്ടർ ആവശ്യപ്പെടുന്നതിന് നമ്മുടെ സംഘടനയിൽ പ്രവർത്തനത്തിലേക്ക് അറിയാൻ കഴിയുന്നു. എന്നിരുന്നാലും അവർ ആവശ്യപ്പെട്ട ദിവസം നമ്മൾ ചർച്ചയ്ക്ക് പോവുകയും ആ ചർച്ചയ്ക്കകത്ത് നമ്മുടെ സംഘടന ഒന്നും മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തകർ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ചെയ്യുന്നതിന് ഞങ്ങളുടെ പ്രവർത്തകർ കഴിഞ്ഞ തവണയും മുന്നേറിയത് ഈ തവണയും അത് ഞങ്ങൾ രംഗത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇല്ലാതെ വന്നിട്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ വാടകയ്ക്കെടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമായ ഗ്ലോബൽ ഹീറ്റർ എന്നിവ സംഘടിപ്പിച്ചു തരണമെന്നാണ് അന്നത്തെ നേതൃത്വം ജില്ലാ കളക്ടർ അറിയിച്ചത്. ഒരു മണിക്കൂർ പോലും നമുക്ക് ആവശ്യമായി വന്നിട്ടില്ല. അതിന് മുമ്പായിട്ട് അന്നത്തെ മലപ്പുറം ജില്ലയിലെ കോളാർ മില്ലിലേക്ക് ജില്ലാ കളക്ടർ വിളിച്ചു പറയുകയും 40ഓളം വരുന്ന ഗ്ലോബൽ 40ഓളം വരുന്ന ഹീറ്ററുകളുമാണ് നമ്മുടെ സംഘടനയ്ക്ക് അവർ സൗജന്യമായി ഈ പ്രവർത്തനം വന്നത്. ഇതെല്ലാം നമ്മുടെ പ്രവർത്തനം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ സംഘടനയുടെ സ്ഥിതി എന്താ? ഇന്ന് നമ്മുടെ സംഘടന കേരളത്തിൽ എല്ലാ ഭാഗത്തും വ്യാപിച്ചു. ഒരു ജില്ലയിൽ പോലും നമ്മുടെ സംഘടന പ്രവർത്തകരില്ലാതല്ല. ഒരു ജില്ലയിൽ പോലും ഇല്ല. എല്ലാ ജില്ലകളിലും നമ്മുടെ സംഘടന ഒരു ഒട്ടനവധി പ്രവർത്തകര. ഓരോ ജില്ലകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വയനാട് ജില്ലാ കമ്മിറ്റി ഉപയോഗിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വയനാട് ജില്ലാ കമ്മിറ്റി ഉപയോഗിച്ചു. വയനാട് ജില്ലാ കമ്മിറ്റി വന്നൊരു ചോദ്യം എന്താണെന്ന് അറിയോ? അതിൽ ഞങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ജില്ലയിലേക്ക് ഈ സംഘടന വരാൻ ഇത്രയും വൈകിയതെന്ന് ചോദിച്ചു. ഒരു മെമ്പറുടെ ചോദ്യം. എന്തുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി മറുപടി വരാൻ സാധിക്കുമായിരുന്നു. കാരണം 2018 ഈ സംഘടന സംസ്ഥാന തലത്തിൽ നൽകി വന്നത്. അതിനുശേഷം പ്രളയവും പ്രവർത്തനവും വളരെ പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് വരാൻ സാധിക്കാതെ വന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ അവിടുത്തെ ആളുകളെ അറിയിക്കാൻ കഴിഞ്ഞു. എന്നിരുന്നാലും അവിടുത്തെ പ്രവർത്തനങ്ങളും എല്ലാം ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പൊ നിലവിലുള്ള മറ്റെല്ലാ ജില്ലകളിലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അംഗങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക്, സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് അതിന്റെ പ്രാതിനിധ്യം വഹിക്കുന്നതിന് അംഗങ്ങൾ വരേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉള്ള കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ സദസ്സ് വേദിയിരിക്കുന്നത്. അദ്ദേഹം അതിന്റെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ നമുക്ക് മറ്റു എല്ലാ ജില്ലകളിലും ഇതിനകത്തേക്ക് ആളുകൾ വരേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഒരുപാട് നേടിയെടുക്കാനുണ്ട്. ഒരുപാട് അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്ത് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കൂട്ടായ സമയം ചെയ്തു. കൂട്ടായ സമയം FSWI എന്ന ഫെഡറേഷൻ സൂപ്പർവൈസർ ഡെവലപ്മെന്റ് അസോസിയേഷൻ എന്നൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയുണ്ടായി. 2018 നവംബർ മാസത്തിലാണ് നമ്മൾ മാർച്ച് നടത്തിയത്. ആ മാർച്ചിനെ വളരെ ഏറ്റവും കൂടുതൽ 900-ലധികം മെമ്പർമാർ പങ്കെടുത്ത ഒരു സംഘടന നമ്മുടെ സംഘടനയായിരുന്നു. കാരണം അവിടെ മുതലാണ് സെക്രട്ടേറിയറ്റും ലൈസൻസ് ബോർഡും ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് നമ്മുടെ സംഘടനയെ. കാരണം അവരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിനകത്ത് തിരുവനന്തപുരത്ത് അലർട്ട് വെച്ച് നടത്തിയ യോഗത്തിനകത്ത് അന്ന് ഇവിടെ പല മേഖലകളും തൊഴിൽ മേഖലകളും തകർന്നു പോകുന്നുണ്ട്. ആ തകരാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കടമ നമുക്കാണ് അതിന്റെ കടമ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബാർബർ തൊഴിലാളികൾ അവർക്ക് എന്തെങ്കിലും തകർച്ചയുണ്ടോ? അവരുടെ യൂണിയൻ ശക്തമായി. അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്ക് അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അവർ പറഞ്ഞ റേറ്റിനാണ് നമ്മുടെ തല മുടി വെട്ടുന്നതിനും മറ്റും നമ്മൾ അവിടേക്ക് പോകുന്നത്. ആ റേറ്റ് നമ്മൾ കൊടുക്കുക. അവിടെ 100 കൊടുക്കുന്നിടത്ത് 50 തരാം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നില്ല. ഇവിടെ നമ്മുടെ മേഖല ആ രൂപത്തിലേക്ക് മാറുന്നതിന് കാരണക്കാർ ഒരുവിധം നമ്മൾ തന്നെയാണ്. ലൈസൻസ് ഉള്ള ആളുകൾ ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്ക് 500-1000 രൂപ കിട്ടിയ ലാഭം മോഹിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കമ്മീഷൻ റിപ്പോർട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അവരെ നമ്മൾ ആദ്യം അതിനാണ് നമ്മുടെ സംഘടന ശക്തമായി നിന്നുകൊണ്ട് ആ പ്രശ്നത്തിന് നമ്മൾ നിലനിൽക്കണം. കാരണം നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ സംഘടന നശിക്കൽ. സംഘടന നാളത്തെ ഭാവി കൂടി നമ്മൾ മുന്നോട്ട് പോയി ആ പ്രവർത്തനത്തിന് നമ്മൾ കടിഞ്ഞാണിടണം. അതിനുവേണ്ടി എന്തെല്ലാം നിർദ്ദേശങ്ങൾ വേണോ, എന്തെല്ലാം മാർഗങ്ങളാണ് വേണ്ടത് വെച്ചാൽ അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. മറ്റുള്ള മേഖലയിലെല്ലാം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. വില കുറച്ച് ബാർഗൻ ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കിനെ അനുവദിക്കരുത്. അത്തരം വർക്കുകൾ വരുമ്പോൾ അതിനെ നമ്മൾ വളരെ കൃത്യമായി ഇവിടെ സംഘടന ഈ ഭാഗത്ത് നമ്മുടെ മേഖലയിൽ നമ്മുടെ കൂടെയുള്ള ലൈസൻസ് ഉള്ള ആളുകളെയോ ആ മേഖലയിലുള്ള ലൈസൻസ് ഉള്ള മറ്റു കോൺട്രാക്ടേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മുടെ സംഘടനയ്ക്ക് അവിടെ ശക്തമാക്കണം. ആ സംഘടന
എടുക്കുകയാണെങ്കിൽ ആ മേഖലയ്ക്ക് റേറ്റ് വർക്കുകൊണ്ടുവരെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആളുകളെ കടന്നു കയറി വർക്ക് എടുക്കില്ല എന്നതിന് 100% ഉറപ്പാണ് നമ്മുടെ മലപ്പുറം ജില്ല. അതിന് തെളിവുകൾ മലപ്പുറം ജില്ല കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മേഖലയിൽ അത്തരം ഇവിടെ സംസ്ഥാന കോർഡിനേറ്റർ അമിത് ഓമനാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ ഇവിടുന്ന് അനധികൃത വയറിംഗ് ചെയ്യുന്ന ആളെ ട്രെയിനിന് കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു ബംഗാളിയായിരുന്നു. അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തി പറ്റില്ലാതെ ഈ വർക്കോടെ ചെയ്യാൻ കഴിയുന്നത് കയറ്റിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങൾ വരെ ആ ഭാഗങ്ങളുണ്ട്. ഷിജുവിടെ ഇവിടുത്തെ കോർഡിനേറ്റർ കണ്ണൂരെല്ലാം എന്തായാലും പ്രശ്നങ്ങൾ വന്നിട്ട് ആ മേഖലകൾക്ക് അത്തരം പ്രവർത്തനത്തിൽ വളരെ ശക്തമായി. അതേപോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ശക്തമായി നിൽക്കണം. നമ്മൾ വളരെ ശക്തമായി നിന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നേരിടണം. മുന്നോട്ട് പോകണം. നമുക്ക് സംഘടനയ്ക്ക് ശക്തി വേണം. സംഘടന ശക്തി വരുന്നെങ്കിൽ നമ്മൾ ആൾബലം കൂട്ടണം. നമ്മൾ ഈ ഇന്ന് ഇവിടുന്ന് ഇത് കേട്ട് നമ്മൾ അവിടെ പോയി ദേശത്ത് നമുക്ക് പറിച്ച് അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളത് ഞങ്ങളൊക്കെ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. ഈ സംഘടനയ്ക്ക് പല ഭാഗത്തുള്ള ആളുകളാണ്. ഞാൻ തിരൂർക്കാരാണെങ്കിൽ മഞ്ചേരിയിലുള്ള ആളാണ്, മലപ്പുറമുള്ള ആളാണ്, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. ഒരുപാട് ദൂരങ്ങളുള്ള ആളുകളാണ്. അതുപോലെയാണ് ഇപ്പോൾ കണ്ണൂരിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത്. ഇവരുമായിട്ട് ബന്ധമുള്ള സംഘടനയിൽ കൂടി മാത്രമാണ് ഈ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. നമുക്ക് സംഘടന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ദൃശ്യരാജ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഈ വേദി വിട്ടു പോകേണ്ടത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ മറ്റുള്ള സംഘടനമായില്ല നമ്മുടെ സംഘടന മറ്റൊരു പ്രത്യേകത കൂടി നിങ്ങളിലേക്ക് അറിയാം. നമ്മുടെ സംഘടനയ്ക്ക് 2 വർഷത്തേക്ക് നമ്മൾ വെറും 600 രൂപയാണ് മെമ്പർഷിപ്പ് ഇനത്തിൽ ഈ മെമ്പർമാർക്ക് കൃത്യമായി അറിയാം. 100% കിഴിച്ച് ബാക്കി വരുന്ന തുകയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് 30% എന്ന് പറഞ്ഞാൽ 180 രൂപ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് ഒരു മെമ്പറിൽ നിന്ന് വരുന്നത്. ബാക്കി വരുന്ന 400 രൂപയും ഈ ജില്ലയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സംഘടന മാറ്റിയിട്ടുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക, വേറെ ഒരു സംഘടനയ്ക്കകത്താണ് അതാത് ജില്ലാ കമ്മിറ്റിയിലേക്ക് അതിന്റെ വിഹിതം കൊടുക്കുന്നത്. ഒരു സംഘടനയ്ക്കകത്തുമില്ല. നമ്മുടെ സംഘടന വാങ്ങുന്ന തുക ആ സംഘടനയ്ക്ക് ആ മേഖലത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് നമ്മുടെ മെമ്പർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ ഫൗണ്ടേഷൻ മുതലുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. നമുക്കൊന്ന് മനസ്സിലാക്കുന്നു, നമ്മുടെ ഫൗണ്ടേഷൻ നമ്മളെ ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ആരെയാണ്? ഒരു ആശാരിയാണ്. ഒരു എഞ്ചിനീയർ അതിന്റെ കണക്കെന്നാൽ ആദ്യം കൊണ്ടുവരുന്ന ഒരു ആശാരി. ആ ആശാരി ഏതാണോ ഏറ്റവും നല്ലൊരു ആശാരിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മുസ്ലിയാരി തങ്ങൾ എന്ന ആ രീതിയിലാണ് നമ്മൾ ഈ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ആളുകൾ ഏറ്റവും നല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. എന്തിനാ എത്ര നല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? അവിടെ നമ്മൾ താമസിക്കാനുള്ള വീടാണ്. ആ താമസിക്കാനുള്ള വീട് വളരെ വളരെ കണക്കത്തത് യാതൊരു അപാകതകളും ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ വരുന്നത്. ആ ബിൽഡിങ്ങിന്റെ വർക്ക് തുടങ്ങുമ്പോൾ അതിന് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ഏറ്റവും നല്ല കമ്പി, ഏറ്റവും നല്ല സിമെന്റ്, എന്നുള്ള സാധനം ക്വാളിറ്റി സാധനം നോക്കി വാങ്ങുമ്പോൾ അവിടെ അവസാന ഘട്ടത്തിൽ വരുന്ന ഇലക്ട്രീഷ്യന്മാർ വരുമ്പോഴാണ് അവിടെ കോമ്പറ്റീഷൻ വരുന്നത്. അവിടെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏത് രീതിയിലേക്കാണോ അത് മാറുന്നത് ആ രീതിയിലേക്ക് വർക്കിന് ഒരു 25-30 ലക്ഷം വരുന്ന ഒരു വീടിന് 50,000 രൂപ പോലും കൂലിക്കാശ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലാണ് ചില കൺസ്യൂമേഴ്സിന് ഓണേഴ്സുമാരുടെ സംസാരം. അവരെ വളരെ വ്യക്തമായി അതിന്റെ ബോധപൂർവ്വം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വളരെ അപകടകാരിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ഏറെക്കുറെ മാറ്റങ്ങൾ വരുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഘടനാ കാര്യങ്ങളിൽ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ക്ഷേമനിധിയുടെ കൺവീനറാണ് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം ക്ഷേമനിധിയെ കുറിച്ച് കാര്യങ്ങൾ പറയും. അതുപോലെ മറ്റ് സംഘടനയുടെ വിശദാംശങ്ങളൊക്കെ പറയുന്നതിന് നമ്മുടെ ആശംസാ പ്രസംഗത്തിൽ ID കാർഡ് ഉദ്ഘാടന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കൂടി അവർ സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ നീട്ടിപ്പോകുന്നില്ല. കാരണം ഒരുപാട് ദൂരം തോന്നുന്ന ആളുകളോ നമുക്ക് വലിയൊരു നല്ലൊരു കമ്മിറ്റി രൂപീകരണം കമ്മിറ്റി 30 കമ്മിറ്റിയാണ് ഈ ജില്ലാ കമ്മിറ്റി വരേണ്ടത്. അത് രൂപീകരിച്ച് നല്ലൊരു ഇതിൽ മുന്നോട്ട് പോകണം.